Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. For admission, contact 995691 ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, നമ്മുടെ മലയാളം സെക്കൻഡ് പരീക്ഷയാണ് നാളെ വരാൻ പോകുന്നത് അല്ലേ? എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര വലിയ സംഭവമുള്ള പരീക്ഷയൊന്നുമില്ല. ഒരുവിധം എല്ലാ കുട്ടികൾക്കും A+ കിട്ടുന്ന ഒരുപാട് കുട്ടികൾക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു എക്സാമാണ് മലയാളം സെക്കൻഡ് എക്സാം. കാരണം കുറെ കഥകളാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പുതിയ വീഡിയോകളൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത വീഡിയോ ഒന്ന് രണ്ടെണ്ണം ഞാൻ റീപോസ്റ്റ് ചെയ്തിരുന്നു. കുട്ടികൾ ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ ആവശ്യപ്പെട്ടു, ശ്രീനാരായണ ഗുരു വേണം, പത്രനീതി വേണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ പഴയ വീഡിയോകൾ കുട്ടികൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് റീപോസ്റ്റ് ചെയ്താണ്. പക്ഷേ കുറേ കുട്ടികൾ പറഞ്ഞു, ഞാൻ മലയാളം ഫസ്റ്റിന് വേണ്ടിയിട്ടും ഇംഗ്ലീഷിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒരു ഉഡായിപ്പ് സമ്മറികൾ, വളരെ ഷോർട്ടായിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റിയുള്ള സമ്മറികൾ വേണം, അതൊന്ന് തയ്യാറാക്കാനേ. അപ്പോൾ നമ്മുടെ മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തരാതിരിക്കാൻ പറ്റില്ലല്ലോ. നോമ്പാണ്, കുറച്ച് ടയേർഡാണ്. ഇപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആകെ ടയേർഡായിട്ടുണ്ട്, കാരണം ഫസ്റ്റത്തെ നോമ്പാണല്ലോ. എന്നാലും വേണ്ടിയില്ല, മക്കൾ പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കിടന്നിട്ടൊന്നൊരു സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 1-2 മണിക്കൂറും മെനക്കെട്ട് മുഴുവൻ ചാപ്റ്ററുകൾ ഒന്നുകൂടി, ഞാൻ 2 വർഷമായിട്ട് മലയാളം സെക്കൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒന്ന് കറക്റ്റ് ഫുൾ ചാപ്റ്ററുകൾ നോക്കിയിട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ എല്ലാത്തിനും ഒരു ഉഡായിപ്പ് സമ്മറികൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മുഴുവൻ ചാപ്റ്ററിനെയും സമ്മറിയുമായിട്ടാണ് ഇന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 4 മാർക്കിനും 6 മാർക്കിനൊക്കെ ഏത് ചോദ്യം ഈ ഒരു ചാപ്റ്ററിന് വന്നാലും നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഉത്തരം അറിയുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഉത്തരം എഴുതിക്കോളി. എന്നാൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു ചോദ്യമാണ് വന്നതെങ്കിൽ നിങ്ങൾ ഈ ഉത്തരം എഴുതിയാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് തന്നെ കിട്ടും, പേടിക്കേണ്ട. ഇനി അതിൻ്റെ ചോദ്യമല്ലേ, ഇതിൻ്റെ ചോദ്യമല്ലല്ലോ എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട. മലയാളം സെക്കൻഡിൻ്റെ വാല്യുവേഷൻ അങ്ങനെയാണ്. മലയാളം സെക്കൻഡിൽ ആ കഥാഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാനുള്ള ചോദ്യങ്ങളാണ് മുഴുവൻ വരിക. പിന്നെ നിങ്ങൾക്ക് പുറമേയുള്ള പാഠഭാഗത്തിലല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചും കണ്ട് വല്ല എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ മുഖപ്രസംഗമാണ് ഉദ്ദേശിച്ചത്. പ്രസംഗമല്ല, നമ്മൾ സ്റ്റേജിൽ കയറി അവതരിപ്പിക്കുന്ന പ്രസംഗമല്ല. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുസ്തകത്തിനൊക്കെ വേണ്ടി, നിങ്ങളിപ്പോൾ ഒരു വലിയ നോവലോ കഥയോ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ മെയിൻ ആൾ എഴുതിയിട്ടുള്ള ഒരു എന്തുണ്ടാവും, ഒരു എസ്സേ ഉണ്ടാവുമല്ലോ, ഒരു കുറിപ്പ്. അതിനാണ് നമ്മൾ എഡിറ്റോറിയൽ എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു എഡിറ്റോറിയൽ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു ഹെഡിങ് കൊടുത്തിട്ട് അങ്ങോട്ട് ഒരു എസ്സേ പോലെ എഴുതിയാൽ മതി. നമ്മൾ കുറിപ്പ് ചെയ്തൂലേ, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ റൈറ്റപ്പ് ചെയ്തൂലേ, അതേപോലത്തെ പരിപാടിയാണ് ഈ എഡിറ്റോറിയൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കണ്ട. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും പാഠഭാഗത്തിലല്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി വെച്ചുകൊണ്ട്, അതല്ലാതെ പാഠഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും 4 മാർക്കിനോ 6 മാർക്കിനൊക്കെ എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും മക്കളെ, നിങ്ങൾക്ക് വേറെ ഉത്തരം സ്വന്തമായിട്ട് എഴുതാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഉത്തരം എഴുതാം. ഓക്കെ? അപ്പോൾ എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ ഉടായ്പകളൊക്കെ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇനി ഒരു വീഡിയോ കൂടി ചെയ്യാനുള്ള കെൽപ്പ് എനിക്ക് ഉണ്ടാവും തോന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞുതരാം. മലയാളം ഫസ്റ്റിന് അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള ലാംഗ്വേജുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള അതേ ഉടായ്പ തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത്. നല്ല വൃത്തിയായിട്ട് എഴുതണം. അതേപോലെ തന്നെ കഴിയുന്നതും ആദ്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ തന്നെ എഴുതുക. നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്താൽ മലയാളം സെക്കൻഡ് സുഖമായിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. കാര്യമായിട്ട് വായിച്ചു പോലും നോക്കില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ മുൻപ് പഠിച്ച് A+ കിട്ടിയുള്ള നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞു തരും. ഓക്കെ? അപ്പോൾ അതുകൊണ്ട് എന്നെ എങ്ങനെ വിശ്വസിക്കുക, ഞാൻ മുമ്പ് വെച്ചിട്ടാണ് പറയുന്നത്. എന്തായാലും വിശ്വസിക്കുക. നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതുക, അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആദ്യം നന്നായിട്ട് അറിയാവുന്ന എഴുതുക. മാക്സിമം ഉത്തരങ്ങൾ, നിങ്ങളുടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് അടക്കം മാക്സിമം ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടും എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് കഴിയുന്നതും തെറ്റിക്കാതിരിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതിരിക്കണമെങ്കിൽ അതിൽ കുറച്ചൊക്കെ ചെറിയ ഗ്രാമറുകളുണ്ട്. ഇപ്പോൾ 2 സെൻറ്റൻസ് ഒക്കെ തന്നിട്ട് അതിനെന്ത് ചെയ്യുക, ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റാനും ഇങ്ങനെയുള്ള ചെറിയ പിരിച്ച് എഴുതാനും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഗ്രാമറുകളുണ്ട്. പക്ഷേ സിമ്പിളാണ്. ഏതൊരു കുട്ടിക്കും വളരെ എളുപ്പത്തിൽ, നമ്മളൊക്കെ മലയാളികളല്ലടാ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഗ്രാമറുകളെ മലയാളം സെക്കൻഡിൽ വരാറുള്ളൂ. അപ്പം അത് ഒന്ന് മോഡൽ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കി അതേ പാറ്റേണിൽ തന്നെയാണ് പബ്ലിക് എക്സാമിനും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടും. പിന്നെ ബാക്കിയുള്ള ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക. അതായത് മൊത്തമായിട്ട് വായിച്ചില്ലെങ്കിലും ഒന്ന് ഓടിച്ചെങ്കിലും ഒന്ന് വായിക്കുക. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം എഴുതാൻ കിട്ടും. അപ്പോൾ എന്തായാലും 1 വേർഡ് ക്വസ്റ്റ്യൻസിന് പരമാവധി ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ മാർക്കൊന്നും, നിങ്ങൾ എന്ത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുക. ആ എഴുതി വെക്കുന്ന പാഠഭാഗവുമായിട്ട് ബന്ധമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അതിനുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പം മലയാളം സെക്കൻഡിലുള്ള ഉടായ്പകൾ എന്ന് പറയാൻ എനിക്ക് ഇതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഉടായ്പകൾ ഞാൻ ഓരോന്ന് വായിച്ചു തരാം. എന്തായാലും കുട്ടികൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സ് ചോദിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇംഗ്ലീഷിലെ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ നോട്ടുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഇന്നിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു 1 അവറിനുള്ളിൽ ഞാൻ ഈ നോട്ടുകൾ പോസ്റ്റ് ചെയ്യും. ഏതെങ്കിലും കുട്ടികൾ നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എന്ത് ചെയ്യാം, മെസ്സേജ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
അതിൻ്റെ ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക PDF കിട്ടും. അത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കുക അറിയാത്തവർ. എന്നാൽ പാഠഭാഗങ്ങളൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഉണ്ടാക്കി എഴുതിയാൽ മതി. എന്നാൽ തന്നെ മാർക്ക് കിട്ടും. ഇതൊന്നും അത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ മക്കളെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഹിന്ദി പരീക്ഷ ആകുമ്പോഴേക്കെങ്കിലും നമ്മുടെ ചാനൽ ഒരു 350K അടിക്കണം എന്ന് എനിക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലുള്ള എല്ലാ മക്കളും ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹിന്ദി പരീക്ഷ ഒന്നും ആവണ്ട, ഫിസിക്സ് പരീക്ഷ കഴിയുമ്പോൾ തന്നെ നമുക്ക് 350K അടിക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രയത്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും മക്കളെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് സബ് ചെയ്യാൻ പറയട്ടോ. വീഡിയോ കാണുന്നവരോടൊക്കെ കുറേ ആൾക്കാർ വെറുതെ വീഡിയോ കണ്ടു പോകുന്നുണ്ട്, പകരം ഒന്ന് സബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോകൾക്കൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് തുടങ്ങാം. നമ്മൾ കുറേ കഷ്ടപ്പെടുന്നതല്ലടാ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പം മക്കളെ, നമ്മുടെ പ്ലാവിലക്കഞ്ഞി എന്ന് പറഞ്ഞ കഥയാണ്. ഞാൻ കഥയൊന്നും ഡീറ്റെയിൽഡ് പറയുന്നില്ല, എഴുതിയിരിക്കുന്നത് മാത്രം വായിച്ചു പോകണേ, ശ്രദ്ധിക്കുകയും. ജ്ഞാനപീഠ പുരസ്കാര ജേതാവും മലയാളത്തിൻ്റെ അനശ്വര സാഹിത്യകാരനുമായ ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പ്രസക്ത ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്ത് ചോദ്യം 4 മാർക്കിനോ 6 മാർക്കിനൊക്കെ എന്ത് ചോദ്യം ഇതാണെങ്കിലും പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ എഴുത്തുകാരനെ എന്തായാലും പരിചയപ്പെടുത്തണം, പാഠഭാഗവും പരിചയപ്പെടുത്തണം. അതിന് പ്രത്യേക മാർക്ക് ഉണ്ട് കേട്ടോ. അതിനി വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ ഇത് പരിചയപ്പെടുത്തിയാൽ അതിന് പ്രത്യേക മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി പുഷ്പവേലിൽ ഔസേപ്പ് എന്ന ജന്മിയുടെ കീഴാളനായി ജോലി ചെയ്യാൻ വിധിക്കപ്പെടുന്ന കോരൻ എന്ന യുവാവിൻ്റെ ദുരിതപൂർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് പ്രസ്തുത കഥാഭാഗം കടന്നു പോകുന്നത്. അറിയാലോ, പ്രധാന കഥാപാത്രം കോരനാണ് അല്ലേ. കുട്ടനാടൻ കർഷകരുടെ ദുരിതപൂർണമായ ജീവിതവും കോരൻ ചിരുത ദമ്പതികളുടെ സ്നേഹസമ്പന്നമായ ദാമ്പത്യ ജീവിതവും കോരനും അയാളുടെ അച്ഛനായ വെളുത്തയും തമ്മിലുള്ള ആത്മബന്ധവും ഈ കഥയിലെ പ്രമേയങ്ങളാണ്. അതായത് ഈ കഥയിൽ പ്രധാനമായിട്ടും പറയുന്നത് കോരൻ, അയാളുടെ ഭാര്യ ചിരുത, ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം, പിന്നെ കോരൻ്റെ അച്ഛനായ വെളുത്തയും കോരനും തമ്മിലുള്ള ആത്മബന്ധം, പിന്നെ കോരൻ്റെ അച്ഛനും ഈ നമ്മുടെ ചിരുത, അതായത് അവർ മരുമകളും അമ്മയപ്പനാണല്ലോ, അവർ തമ്മിലുള്ള സ്നേഹബന്ധം. ഇങ്ങനെ കുറേ മനുഷ്യ സ്നേഹബന്ധങ്ങളുടെ ഒരു കൂടിക്കാഴ്ചയാണ്, അല്ലെങ്കിൽ കൂടിച്ചേരലുകളാണ് ഈ കഥയിൽ നടക്കുന്നത് അല്ലേ. ദെൻ താൻ പട്ടിണി കിടന്നാലും തൻ്റെ ഭാര്യയ്ക്ക് വയറു നിറയെ കഞ്ഞി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോരനിൽ സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥനെയും ഒരു ഭർത്താവിനെയും നമുക്ക് കാണാവുന്നതാണ് അല്ലേ. കോരൻ നല്ലൊരു കുടുംബനാഥനാണ്, നല്ലൊരു ഭർത്താവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് മറ്റേ വിശന്നിരിക്കുന്ന സമയത്തും താൻ കഞ്ഞി കുടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയോട് കള്ളം പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഭാര്യ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, വിശപ്പുണ്ടായിരുന്നിട്ടും ഭർത്താവിന് വേണ്ടി കഞ്ഞിവെള്ളം മാറ്റിവെച്ച ചിരുതയിൽ ഒരു നല്ല വീട്ടമ്മയെയും ഭാര്യയെയും നമുക്ക് കാണാം. കാരണം നമുക്കറിയാം എന്താ, എനിക്ക് വയറിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് കൊടുത്ത കഞ്ഞിവെള്ളം പോലും മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം ജോലിക്ക് പോകുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീട്ടമ്മയെയും ഭാര്യയും നമുക്ക് അവളിൽ കാണാം. ഇനി എന്താണ്, അതുമാത്രമല്ല നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് അതിഥിയായി എത്തിയ കോരൻ്റെ അച്ഛനെ വേണ്ട വിധം സൽക്കരിക്കുന്ന ചിരുതയിൽ ഒരു നല്ല മരുമകളെയും നമുക്ക് ദർശിക്കാം. അതും ശരിയല്ലേ അല്ലേ. അതായത് നമുക്കറിയാം എന്താണ് ഇവിടെ അക്ഷന്തവ്യമായ അപരാധം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി. കാരണം കോരൻ പറഞ്ഞൊരു ഡയലോഗാണ് അല്ലേ. അതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കോരനും ചിരുതയും കൂടി കല്യാണം കഴിച്ചു അല്ലേ. ആ കല്യാണം കഴിച്ച സംഭവം ഒന്നും ഡീറ്റെയിലായിട്ട് കഥയെ പറയുന്നില്ല. കല്യാണം കഴിച്ച് അതിനുശേഷം കോരൻ എന്ത് ചെയ്യാണ്, വീട്ടിലെന്തോ ഒരു വഴക്കിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങുകയാണ്. ആ ഭാര്യയും കൊണ്ടിട്ട് അച്ഛനെ ഒറ്റക്കാക്കിയിട്ട് വീട് വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ അന്നൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, ഒറ്റക്കൊക്കെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് അച്ഛൻ വയ്യാണ്ട് കോരൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അല്ലേ. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പം ഭാര്യ മാത്രം, ചിരുത മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ചിരുത എന്ത് ചെയ്തു, അവളാൽ കഴിയുന്ന വിധം പണമൊക്കെ ഒപ്പിച്ച് അവളുടെ ഒരു മുറമൊക്കെ വിറ്റുകൊണ്ട് പണം ഒപ്പിച്ച് അച്ഛന് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു അല്ലേ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയ കോരൻ ഈ കാഴ്ച കണ്ട്, അച്ഛൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന കാഴ്ച കണ്ട് കോരന് ഭയങ്കര ഹാപ്പിയാണ്. ഭക്ഷണമൊക്കെ കൊടുത്ത കാര്യം പറഞ്ഞപ്പോലെ. എന്നിട്ട് ആ സമയത്ത് കോരൻ്റെ മനസ്സിലേക്ക് വന്നൊരു സങ്കടമാണ് എന്ത്, താൻ ആ അച്ഛനെ ഒറ്റക്കാക്കി പോകുന്നല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു മകൻ്റെ ഒരു പശ്ചാത്താപം നമുക്ക് അവിടെ കാണല്ലേ. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, തൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അച്ഛനെ ഒറ്റക്കാക്കി പോകുന്നു. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും പല വീടുകളിലും ഇന്നും സംഭവിക്കുന്ന കാര്യമാണ് എന്ത്, കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യും, ആൺകുട്ടികൾ പെൺകുട്ടികളായിട്ടുണ്ട് പോരും അച്ഛനെയും അമ്മേനൊക്കെ അവരുടെ വീട്ടിൽ ഒറ്റക്കാക്കി കൊണ്ടൊക്കെ. അപ്പോൾ അതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കഥാകാരൻ നമുക്കത് ചോദ്യമായിട്ട് ഉയർത്തുന്നത് അല്ലേ ഇവരുടെ ജീവിതത്തിലൂടെ. ഇനി അടുത്ത സെന്റൻസ് ഓക്കെ, എല്ലാത്തിനും ഉപരി തൻ്റെ അച്ഛന് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോരനിൽ കർത്തവ്യബോധമുള്ള ഒരു മകനെയും നാം കാണുന്നു. അപ്പോൾ ഒരു മകൻ്റെ സ്നേഹം എന്താണ്, ഒരു അച്ഛൻ്റെ സ്നേഹം എന്താണ്, ഒരു മരുമകളുടെ സ്നേഹം എന്താണ്, ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം എന്താണ്, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇല്ലായ്മയിലും സ്നേഹം കൊണ്ട് ഇല്ലായ്മകളെ മറികടക്കുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ മറികടക്കുന്ന ഒരു കുടുംബത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലേ. ദെൻ ചുരുക്കത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് വേരൂന്നിയ ഒരു കഥ
കഥയാണിതെന്ന് നിസ്സംശയം പറയാം. ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് മറികടക്കുന്ന ഇതിലെ കഥാപാത്രങ്ങൾ ആധുനിക സമൂഹത്തിനൊരു മാതൃക തന്നെയാണ്. ശരിയല്ലടാ? നമ്മളവിടെയൊക്കെ എന്താണ്, നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ ഒന്നുമില്ലെങ്കിൽ പിന്നെ കുടുംബത്തിൽ എന്നും വഴക്കാരില്ല, പച്ചവെള്ളമില്ല, മറ്റേയില്ല, അതില്ല എന്ന് പറഞ്ഞ് എന്നും ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നുമില്ലാതിരുന്നിട്ടും പട്ടിണി കിടക്കുന്ന അവസ്ഥയിൽ പോലും ഇവർ തമ്മിൽ എന്ത് ചെയ്യാണ്, ഉള്ളതുള്ള പോലെ പങ്കുവെച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുകയാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യുവതലമുറക്കൊരു മാതൃകയാണ് ഇവിടെ കോരൻ്റെയും ചിരിതയുടെ ഒക്കെ ജീവിതം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഏത് ചോദ്യത്തിനും ആൻസർ ചെയ്താൽ. അപ്പോൾ ക്ലിയർ ആയില്ല മക്കളെ? ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കിടക്കാം. അടുത്ത പാഠം ഓരോ വിളിയും കാത്ത് അല്ലേ. ഓരോ വിളിയും കാത്ത് എന്നത് നമ്മുടെ UK കുമാരൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥയാണ്. UK കുമാരൻ നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അത് നേരായിക്കോട്ടെ, എന്തായാലും നമുക്ക് കഥ നോക്കാം. എന്താണ്, മലയാള സാഹിത്യത്തിൻ്റെ പ്രിയങ്കര സാഹിത്യകാരനായ ശ്രീ UK കുമാരൻ രചിച്ച ഭാവന സാന്ദ്രമായ ചെറുകഥയാണ് ഓരോ വിളിയും കാത്ത്. ഓക്കെ, അപ്പോൾ ഓരോ വിളിയും കാത്ത് ഒരു ചെറുകഥയാണ്. ശ്രീ UK കുമാരനാണ് ഇത് എഴുതിയിരിക്കുന്നത്, മനസ്സിലാക്കുക. ദെൻ കുടുംബ ബന്ധങ്ങളുടെ ആഴവും തീവ്രതയും ഊഷ്മളതയും അതിസൂക്ഷ്മമായി തന്നെ ഈ കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിലും പറയുന്നത് കുടുംബ ബന്ധങ്ങളുടെ സ്നേഹം തന്നെ. നേരത്തെ പറഞ്ഞ കഥയുടെ അതേപോലെ തന്നെയാണ് ഇവിടെയും കുടുംബ ബന്ധങ്ങൾ, അച്ഛൻ അമ്മ ഇങ്ങനെയൊക്കെ ഉള്ളവർ തമ്മിലുള്ള സ്നേഹബന്ധമാണ് പറയുന്നത് അല്ലേ, മകൻ എന്നൊക്കെ. ദെൻ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്ന അച്ഛൻ്റെ വിയോഗത്തിൽ ഒറ്റപ്പെടുന്ന അമ്മയുടെ ഏകാന്തതയിൽ സങ്കടപ്പെടുന്ന ഒരു മകൻ്റെയും കഥയാണിത്. ഓക്കെ, അതായത് അച്ഛൻ മരിച്ചിട്ടും അച്ഛൻ്റെ ഓർമ്മകൾ പേരിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അമ്മ, അതായത് അച്ഛൻ്റെ ഭാര്യ. അതേപോലെ തന്നെ ആ അമ്മയെ ഒറ്റയ്ക്കിട്ട് പോവാൻ സങ്കടപ്പെടുന്ന, അമ്മയെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മകൻ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്തൊക്കെ അമ്മമാരെ വല്ല വൃദ്ധസ്ഥാനത്തിലൊക്കെ ഇട്ടുകാണ്ട് അവിടെ ഇട്ടുകാണ്ട് എവിടെക്കെങ്കിലും ഭാര്യയുടെ കൂടെ വിദേശത്തേക്കൊക്കെ പോകുന്ന മക്കളെയൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് സിനിമകളിലും റിയാലിറ്റിയിലൊക്കെ. അങ്ങനെയുള്ളവരിൽ നിന്ന് എന്താണ് ഒരു മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് അമ്മയെ തനിച്ചാക്കി പോരാൻ ഈ മകന് തോന്നുന്നില്ല. അപ്പം അമ്മയോട് അതിരറ്റ സ്നേഹമുണ്ട്. എന്നാൽ അമ്മയ്ക്കോ, അച്ഛൻ മരിച്ചു, ഇനി ആ വീട്ടിൽ ആരുമില്ല, എന്നിട്ട് പോലും അച്ഛൻ്റെ ആത്മാവ് ഉറങ്ങുന്ന ആ മണ്ണ് ഉപേക്ഷിക്കാനും ആ വീട് ഉപേക്ഷിക്കാനും അമ്മയ്ക്ക് കഴിയുന്നില്ല. അപ്പം ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിച്ചിരിക്കുമ്പോൾ എത്ര വലിയ ആത്മബന്ധത്തിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടുന്ന് അല്ലേ. അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണും വീടും മറന്ന് മകനോടൊപ്പം പോകാൻ അമ്മയ്ക്ക് മനസ്സ് വരുന്നില്ല. ദെൻ മരണത്തിന് ശേഷവും അച്ഛൻ്റെ ഓരോ വിളിക്കും കാതോർത്തിരിക്കുന്ന അമ്മയുടെ ചിത്രം വായനക്കാരനിൽ വല്ലാത്തൊരു വിങ്ങലുണർത്തുമെന്നുള്ളത് തീർച്ചയാണ്. അതായത് അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഭയഭക്തിയോടെയായിരുന്നു അമ്മ ജീവിച്ചിരുന്നത്. അച്ഛൻ എപ്പോഴും വിളിക്കുന്നുള്ള പ്രതീക്ഷയിൽ അച്ഛൻ്റെ ഓരോ വിളിക്കും കാതോർത്തിട്ടായിരുന്നു അമ്മ ജീവിച്ചിരുന്നത്. മരിച്ചപ്പോഴും എന്താണ്, അച്ഛൻ എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അമ്മ ജീവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ ശബ്ദം ആ അമ്മ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കഥയുടെ പേരെന്നെ ഓരോ വിളിയും കാത്ത്, അല്ലെങ്കിൽ ഓരോ വിളിക്കും കാതോർത്ത് എന്നൊക്കെ ആ കഥയ്ക്ക് പേരെന്നെ ഇട്ടതില്ലേ. ദെൻ നോക്കേ, സ്നേഹസമ്പന്നമായ ഭാര്യ ഭർത്തൃ ബന്ധവും അമ്മയും മകനും തമ്മിലുള്ള ബന്ധവും സ്പഷ്ടമായി ചിത്രീകരിക്കാൻ ഇവിടെ കഥാകാരന് സാധിച്ചിട്ടുണ്ട്. ഈ കഥയിൽ ഓർമ്മകളിലൂടെയാണ് അച്ഛൻ എന്ന കഥാപാത്രം വായനക്കാരനിൽ എത്തുന്നതെങ്കിലും അല്ലേ. അതായത് ആ കഥയിൽ ശരിക്കും പ്രത്യക്ഷത്തിൽ അച്ഛൻ വരുന്നില്ല, അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ മകൻ്റെയും അമ്മയുടെയും ഓർമ്മകളിലൂടെയാണ് അച്ഛൻ എന്ത് ചെയ്യുന്നത്, ചിത്രീകരിക്കപ്പെടുന്നത്. ഒരേ സമയം കർഷകനായും അതേപോലെ തന്നെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കുടുംബനാഥനായും തഴക്കം വന്ന ഒരു കർഷകനായും അദ്ദേഹം ഈ കഥയിലുടനീളം ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതായത് നല്ലൊരു അച്ഛനായിരുന്നു, ഉത്തരവാദിത്ത ബോധമുള്ള മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിരുന്ന, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചിരുന്ന നല്ലൊരു ഭർത്താവായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്കതിന് മനസ്സിലാക്കാം. അതുമാത്രമല്ല, അദ്ദേഹം മണ്ണിനെ ശരിക്കറിഞ്ഞ, മണ്ണ് ശരിക്കും നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്ന നല്ല തഴക്കവും പരിചയമുള്ള ഒരു കർഷകനായിരുന്നു എന്നതൊന്ന് മനസ്സിലാക്കാം. കാരണം പാടത്തുണ്ടാകുന്ന ഏതൊരു മാറ്റവും ദൂരെ നിന്നേ മനസ്സിലാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു എന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. ഞാനെന്താ, ആധുനിക സമൂഹത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും ആഴങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ കഥ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കോരൻ്റെയും ചിരിതയുടെയും കഥ പോലെ തന്നെ ഈ കഥയും കുടുംബ ബന്ധങ്ങളുടെ ആഴമാണ് നമുക്ക് മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ഇനി അടുത്ത പാഠം അമ്മത്തൊട്ടിൽ. ഇതൊരു കവിതയാണ്. ഇവിടെയും കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ആഴത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ കുറിച്ച് തന്നെയാണ് ഈ കവിതയെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ ഇത് കുറച്ച് നെഗറ്റീവായിട്ടാണെന്ന് മാത്രം. അതായത് ജനിപ്പിച്ച അമ്മയെ ഉപേക്ഷിക്കാൻ മെനക്കെടുന്ന ഒരു മകനെയും അവസാനം ആ ഉപേക്ഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അമ്മ തനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിട്ട് അമ്മ തന്നെ പഠിപ്പിച്ചതും തനിക്ക് അസുഖം വന്നപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടി ഓർക്കുകയാണ് ഉപേക്ഷിക്കാനായിട്ട് പോകുന്ന സമയത്ത്. അവസാനം അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറില്ലെന്ന മനസ്സോട് കൂടിയിട്ട് അയാൾ തിരിച്ചു വരാൻ പോവാണ് അല്ലേ. പക്ഷേ ആ തിരിച്ചു വരാൻ പോകുമ്പോഴേക്കും കാര്യങ്ങൾ വൈകിയിരുന്നു, അമ്മ മരണപ്പെട്ടിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആധുനിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പ്രായമായി കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും, അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കൊണ്ടുപോയിട്ട് വൃദ്ധസ്ഥാനത്തിലോ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് വഴിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു താക്കീതായിട്ടാണ് ഈ ഒരു കവിത എന്ത് ചെയ്യുന്നത്, നമുക്ക് മുന്നിൽ അവതരിക്കപ്പെടുന്നത്. സോ ഓക്കെ, പ്രസ്തുത മലയാള കവിയും ഗാനരചയിതുമായ റഫീഖ് അഹമ്മദിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കവിതയാണ് അമ്മത്തൊട്ടിൽ. തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുന്നതോടെ ഒരു ഭാരമാണെന്ന് കരുതി ഉപേക്ഷിക്കാനൊരുങ്ങുന്ന യുവതലമുറയുടെ ക്രൂര മനോഭാവത്തിനെതിരെയുള്ള
ഒരു ചോദ്യചിഹ്നമാണ് പ്രസ്തുത കവിത. ദെൻ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം അമ്മയെ ഉപേക്ഷിക്കുന്നതിനായി കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു മകനെയാണ് നമ്മൾ ഈ കവിതയിലുടനീളം കാണുന്നത്. അതായത് ആധുനിക തലമുറയുടെ പ്രതീകമായ ഒരു മകൻ അല്ലേ. ദെൻ വഴിയിലുടനീളം അമ്മ തനിക്കായി കഷ്ടപ്പെട്ട ഓരോ നിമിഷങ്ങളും ഓർത്ത് ആ മകൻ വേവലാതിപ്പെടുന്നത് കാണാം. ഓക്കെ, അപ്പം പോകുന്നത് അമ്മയെ ഉപേക്ഷിക്കാനാണെങ്കിലും വഴിയരികിൽ ഓരോ കാഴ്ചകൾ, സ്കൂളുകളും അതേപോലെ തന്നെ ആശുപത്രികളൊക്കെ കാണുമ്പോൾ ഈ മകന് പണ്ടത്തെ കാര്യങ്ങൾ ഓരോന്ന് ഓർമ്മ വരികയാണ്. അമ്മ തന്നെയും കൊണ്ട് സ്കൂളിലേക്ക് പോയതും തനിക്കായി കാത്തുന്നതും താൻ പനി പിടിച്ച് മരിക്കാറായി കിടന്ന സമയത്ത് തന്നെയും കൊണ്ട് മാറോട് ചേർത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയതൊക്കെ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പം എന്തായി, ഒടുവിൽ കുറ്റബോധം നിറഞ്ഞ മനസ്സോടെ അയാൾ അമ്മയെ ഉപേക്ഷിക്കില്ലെന്ന് തീരുമാനിക്കുകയാണ് അല്ലേ. പക്ഷെ എന്താ, അങ്ങനെ അമ്മയെയും കൊണ്ട് വീട്ടിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിക്കുന്നു. പക്ഷേ എന്താ, എന്നാൽ മകൻ ഒരു ഭാരമാകേണ്ട എന്ന് നിശ്ചയിച്ചുറപ്പിച്ചതിനാലാകണം ആ അമ്മ ഇതിനകം തന്നെ മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞിരുന്നു അല്ലേ. അമ്മയുടെ മനസ്സ് നീറിപ്പൊട്ടി. അമ്മക്ക് മനസ്സിലായി മകൻ തന്നെ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകണമെന്ന്. അമ്മ ഒരു ജീവനുള്ള ഒരു ആത്മാവല്ലേ, ജീവനുള്ള ആത്മാവ് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും എന്താ സംഭവിച്ചത്, അമ്മയുടെ മനസ്സ് നേറി അമ്മ ആ സങ്കടഭാരത്തലമ്മ മരിച്ചുപോയില്ലേ. ഇതിനെന്താ പറഞ്ഞേ, വാർദ്ധക്യം ഉപേക്ഷിക്കലിന് വേണ്ടിയാകരുതെന്നും കരുതലിന് വേണ്ടിയാകണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. അപ്പം വൃദ്ധരായ മാതാപിതാക്കളെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ കരുതുകയാണ് വേണ്ടല്ലേ. അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് സ്നേഹവും പരിചരണയും കൊടുത്ത് അവരെ നമ്മളെ ചേർത്ത് നിർത്തണം. കാരണം ഒരു കാലത്ത് നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണല്ലേ. അപ്പം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കി അവർക്കുള്ള ഒരു തിരിച്ചുള്ള ഒരു നന്ദിയും കടപ്പാടുമായിരിക്കണം അവരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. ഇനി അടുത്തത് കൊച്ചു ചക്കരച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഇതൊരു മാവിൻ്റെ കഥയാണ്. അപ്പോൾ മാവിൻ്റെ കഥ എന്ന് പറഞ്ഞ കഥയല്ല, ഒരു ലേഖനമാണ്. അപ്പോൾ മാവിൻ്റെ ലേഖനം എന്ന് പറഞ്ഞാൽ കൊച്ചു ചക്കരച്ചി എന്ന് പറഞ്ഞാൽ ഒരു മാവാണ്. പക്ഷേ ഒരു മാവിന് ഇവിടെ എന്താ ബന്ധം എന്ന് വിചാരിച്ചാൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ് ഇവിടെ പറയുന്നത്. ഒരു മാവ് നമുക്കറിയാം ഒരുപാട് ജീവജാലങ്ങൾക്ക് തണലും താങ്ങും നൽകും. അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം നൽകില്ലേ. മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മാവിനെയൊക്കെ പഴമക്കാർ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ ലേഖകൻ്റെ അമ്മയും ആ മാവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവരുടെ തറവാട്ട് മുറ്റത്തുണ്ടായിരുന്നത്. ആ മാവ് മുറിക്കാൻ വേണ്ടിയിട്ടും ആ മാവിന് വില പറഞ്ഞും ഒരുപാട് പേര് വന്നിട്ടും അവർ ആ മാവിനെ വിൽക്കാനോ അല്ലെങ്കിൽ മുറിക്കാനോ സമ്മതിച്ചില്ല. അവസാനം ആ മാവ് എന്ത് ചെയ്യാണ്, കടപുഴകി വീഴുകയാണ്. പക്ഷേ കടപുഴകി വീണ സമയത്തും ആർക്കൊരു ഉപദ്രവമില്ലാതെയാണ് ആ മാവ് വീണത്. അവസാനം തൻ്റെ പുതുതലമുറയ്ക്കായിട്ടൊരു പുതിയ മാങ്കുഞ്ഞിനെ നൽകിക്കൊണ്ടാണ് ആ മാവ് മരിച്ചു പോയത് എന്നാണ് ഇവിടെ എഴുത്തുകാരൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നത്. സോ നോക്കേ, മലയാളത്തിൻ്റെ പ്രിയങ്കര സാഹിത്യകാരൻ ശ്രീ NP ഉദയഭാനു രചിച്ച മനോഹരമായ ലേഖനമാണ് കൊച്ചു ചക്കരച്ചി. തൻ്റെ ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. തൻ്റെ ബാല്യകാലത്തിലെ മാമ്പഴ സ്മരണകളും തൻ്റെ തറവാട്ട് മുറ്റത്ത് പടർന്നു പന്തിരിച്ച് നിലനിന്നിരുന്ന കൊച്ചു ചക്കരച്ചി എന്ന മാവു മുത്തശ്ശിയുടെ കഥയുമാണ് പ്രസ്തുത ലേഖനത്തിലൂടെ ലേഖകൻ വർണ്ണിക്കുന്നത്. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണെന്നുള്ള വാക്യത്തോടു കൂടിയാണ് പ്രസ്തുത ലേഖനം ആരംഭിക്കുന്നത്. ഒരു മാവിൻ്റെ കഥ പറയുന്നതിലൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ ബന്ധങ്ങളെക്കുറിച്ചും ഈ ലേഖനം ചർച്ച ചെയ്യുന്നു. വലിയ വില ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ടും, അതായത് ലോകമഹായുദ്ധത്തിനൊക്കെ സമയത്ത് വലിയ വില ഈ മാവിന് കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ആ മാവിനെ വിൽക്കാൻ ലേഖകൻ്റെ അമ്മ തയ്യാറാകാതിരുന്നത് ആ മാവിനോടുള്ള അവരുടെ ആത്മബന്ധവും വ്യക്തമാക്കുന്നു. ദെൻ കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ്, അവൾ ദോഷം വരുത്തുകയില്ല എന്ന അമ്മ എപ്പോഴും പറയും കൊച്ചു ചക്കരച്ചി നല്ല നേരുള്ള മാവാണ്, അതൊരിക്കലും ആർക്കും ദോഷം ചെയ്യില്ല എന്ന് അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമായിരുന്നു. ആ അമ്മയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ പതനം. പതനം എന്ന് പറഞ്ഞാൽ കൊച്ചു ചക്കരച്ചി എന്താ ഇത് വീണുപോയില്ലേ, അതായത് ഒരു കാറ്റിൽ പെട്ട് അത് നശിച്ച് വീണു. പക്ഷെ എന്താ സംഭവിച്ചത്, ആർക്കും ഒരു അപകടവും വരുത്താതെയായിരുന്നു ഒരു കാറ്റിൽപ്പെട്ട് കൊച്ചു ചക്കരച്ചി നിലംപതിച്ചത്. പ്രകൃതി തന്നെ സ്നേഹിക്കുന്നവരെ ചതിക്കില്ലെന്ന ഒരു വിശ്വാസം ഇവിടെ ലേഖകൻ നമുക്ക് പറയാതെ തന്നെ പറഞ്ഞു തരികയാണ്. അപ്പം പ്രകൃതി നമുക്കറിയാം, ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ നേരിട്ട് കാണുന്നവരാണ് നമ്മളെ. പക്ഷേ അതിൽ ഭൂരിഭാഗം പ്രകൃതി ദുരന്തങ്ങൾക്കും ഉത്തരവാദി നമ്മൾ തന്നെയാണ് അല്ലേ. ഇപ്പം വെള്ളപ്പൊക്കങ്ങളായാലും ഉരുൾപൊട്ടലായാലും എല്ലാത്തിൻ്റെയും ഒരു പ്രധാന കാരണക്കാരൻ നമ്മൾ തന്നെയാണ് അല്ലേ. നമ്മൾ ഈ കൊന്നിടിക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ നമ്മൾ ഈ വയൽ നികത്തുന്നത് കൊണ്ടും ജലാശയങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ പ്രകൃതിയെയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. നമുക്ക് വേണ്ടി എന്തെയും പ്രകൃതി ഒരു ഉപദ്രവകാരി ഇല്ലാതായി മാറും എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു കവിത ഈ ഒരു ലേഖനം നമുക്ക് നൽകുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഓണമുറ്റത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മലയാളിയുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇത് ഓണം അല്ലേ. നമ്മുടെ ദേശീയ ഉത്സവമായിട്ടൊക്കെ ആചരിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. അപ്പോൾ ഈ ഓണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ
മലയാളികളെല്ലാവരും എന്ത് ചെയ്യുന്നു, പൂക്കളങ്ങളൊക്കെ ഒരുക്കിയിട്ട് വളരെ മനോഹരമായിട്ട് വീടുമുറ്റങ്ങളൊക്കെ അലങ്കരിച്ച് നല്ല പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് മാവേലി മന്നനെ എന്ത് ചെയ്യാൻ ആശീർവദിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. പക്ഷേ ഇന്ന് മലയാളിക്ക് സംസ്കാരമൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ. നമ്മളിന്ന് വിദേശ സംസ്കാരത്തോട് ഇടപഴകി ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണമൊക്കെ ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറി. ഇപ്പം പൂക്കളം ഇട്ടാലായി. ഇനി അഥവാ പൂക്കളം ഇടണമെങ്കിൽ തന്നെ പൂവൊന്നും എന്ത് ചെയ്യില്ല, കാട്ടിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള താഴ്വരകളിൽ പോയിട്ട് പൂക്കൾ പെറുക്കാനൊന്നും നമുക്ക് നേരമില്ല. പഴയ പോലെ ഓണപ്പാട്ടുകളും ഓണപ്പൂപ്പലികളുമായിട്ട് നടക്കാനൊന്നും നമുക്ക് സമയമില്ല. ഊഞ്ഞാലാടാൻ നമുക്ക് സമയമില്ല. ഓണസദ്യ ഒരുക്കാൻ നമുക്ക് സമയമില്ല. നമ്മളെന്താ ചെയ്യുന്നത്, എല്ലാം റെഡിമെയ്ഡാണ് അല്ലേ. എല്ലാം ഒന്നുകിൽ മറ്റേ പൂക്കളം തന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നു, അതല്ലെങ്കിൽ പൂക്കൾ തമിഴ്നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന പൂക്കൾ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അലങ്കരിക്കുന്നു. അതുപോലെ തന്നെ സദ്യ ഹോട്ടലുകളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമുകൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓണപ്പാട്ടും ഓണത്തല്ലും ഓണക്കളികളും ഇല്ലാത്ത ഒരു റെഡിമെയ്ഡ് ഓണമായിട്ടൊരു കൾച്ചർ, നമ്മുടെ സംസ്കാരം തന്നെ മാറി വരുന്ന ഒരു കാലമാണിത് അല്ലേ. അപ്പം ഭാഷയും സംസ്കാരവും എല്ലാം മാറുന്ന മലയാളികൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത. അപ്പം എൻ്റെ ഈ ആധുനിക യുഗത്തിലെ പച്ചപ്പരിഷ്കാരികളായ നമ്മൾ ഉൾപ്പെടുന്ന ആളുകൾ എത്ര കളിയാക്കിയാലും വേണ്ടിയില്ല, എന്താണ്, ഞാൻ എൻ്റെ സന്ദേശം ഉറക്കെ പറയുമെന്ന് പറഞ്ഞുകൊണ്ടൊരു പുള്ളുവനായിട്ട്, ഓണപ്പാട്ട് പാടുന്ന ഒരു പുള്ളുവനായിട്ട് സ്വയം അവതരിക്കപ്പെടുകയാണ് ഇവിടെ നമ്മുടെ കവി. ഓക്കെ, അപ്പോൾ കവി പറയാണ്, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കെന്താണ്, നഷ്ടപ്പെട്ട ആ ഓണക്കാലവും ആ പ്രതാപവും തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി ഞാൻ അഹോരാത്രം പ്രയത്നിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ കവി നമുക്കായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നോക്കാം, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച ഗൃഹാതുരത്വം ഉണർത്തുന്ന കവിതയാണ് ഓണമുറ്റത്ത്. മലയാള നാടിനെ ഓണം എങ്ങനെയാണ് അണിയിച്ചെടുക്കുന്നതെന്നും മലയാളികൾ മാവേലി മന്നനെ എങ്ങനെയാണ് വരവേൽക്കുന്നതെന്നും കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അതായത് ഇന്ന് നമ്മൾ കാണിക്കാത്ത ഒരു സംഭവം, പണ്ട് എങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നതെന്നാണ് ഇവിടെ കവി നമുക്ക് കാണിച്ചു തരുന്നത്. ഓണത്തിൻ്റെ മധുരസ്മൃതിയിൽ സ്വയം ഒരു പുള്ളുവനായി മാറുകയാണ് കവി. പൊതുയോഗത്തിൽ യുവതലമുറയ്ക്ക് പുതുയുഗത്തിലാണ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോണാണ്, പുതുയുഗം കേട്ടോ. പുതുയുഗത്തിൽ യുവതലമുറയ്ക്ക് നഷ്ടമായ മൂല്യങ്ങളെക്കുറിച്ച് ബോധമുള്ള കവി നഷ്ടപ്പെട്ട പഴമയുടെ സാംസ്കാരിക പ്രൗഢി തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമവും കവിതയിലൂടെ നടത്തുന്നു. ആധുനിക നാഗരിക സംസ്കാരത്തിൽ ജീവിക്കുന്ന പച്ചപ്പരിഷ്കാരികൾ തന്നെ പച്ചപ്പരിഷ്കാരികളായ നമ്മൾ കേട്ടോ എന്നു തന്നെ പരിഹസിച്ചാലും തൻ്റെ ആത്മാഭിമാനം തകരില്ല എന്ന് കവിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ എന്ത് വേണം കളിയാക്കിക്കോ, അതെനിക്കൊരു വിഷയമല്ല എന്നുള്ള ഭാവത്തിലാണ് കവി എന്ത് ചെയ്യുന്നത്, ഈ കവിതയിലുടനീളം തൻ്റെ സന്ദേശങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോഴിയും കിളവിയും എന്ന് പറഞ്ഞ ഒരു ഹാസ്യാത്മകമായ കഥയാണ്. ഇതും നമ്മുടെ എന്താണ് ഗ്രാമത്തിലെ ആളുകളുടെ നിഷ്കളങ്കതയും അതേപോലെ സ്നേഹബന്ധവും അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധവും ഒക്കെയാണ് ഈ കഥയിലൂടെ പറയുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ അയൽപ്പക്കങ്ങൾ അത്ര സുഖകരമല്ല. എല്ലായിടത്തും അങ്ങനെയല്ല, പക്ഷേ ചില സ്ഥലത്തൊക്കെ എന്താ ചെറിയ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാവും, സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവും. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവപ്പൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. അതിനെയൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഹാസ്യാത്മകമായിട്ട് നമ്മുടെ കഥാകാരൻ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്നത്. രണ്ട് അയൽക്കാർ, ഒരുത്തൻ്റെ പേര് മത്തായി, മറ്റൊരുത്തൻ്റെ പേര് മാർക്കോസ്. ഇവർ രണ്ടുപേരും ഒരു കാലത്ത് വളരെ സുഹൃത്തുക്കളായിരുന്നു, നല്ല രീതിയിൽ ജീവിച്ചിരുന്നവരായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ മത്തായിക്ക് എന്ത് ചെയ്യണം, മത്തായി കുറച്ച് സമ്പന്നനായി മാറിയപ്പോൾ മാർക്കോസിൻ്റെ പറമ്പും കൂടി സ്വന്തമാക്കിയാലോ എന്ന് ഇയാൾക്ക് തോന്നുകയാണ്. അങ്ങനെ തനിക്ക് വലിയൊരു വീടൊക്കെ വെക്കാൻ വേണ്ടി മാർക്കോസിനെ എങ്ങനെയെങ്കിലും പറമ്പ് നോടിക്കാൻ വേണ്ടിയിട്ടുള്ള, അയാളുടെ പറമ്പ് നോടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മത്തായിയുടെ മകൻ എന്ത് ചെയ്യുന്നത്, മത്തായിയുടെ കോഴിയെ മാർക്കോസിൻ്റെ മകൻ അറിയാതെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ആ കോഴി ചത്തുപോവുകയാണ്. ഓക്കെ, അപ്പോൾ ചത്തുപോയപ്പോൾ മത്തായി എന്ത് ചെയ്തു, മത്തായിയുടെ ഭാര്യ ആദ്യം ആ കോഴിയെ വാങ്ങാനൊന്നും തയ്യാറായില്ല. പക്ഷേ പിന്നീട് നൈസായിട്ട് എന്ത് ചെയ്തു, ഇവർ മാർക്കോസിൻ്റെ കുടുംബം അറിയാതെ മത്തായും ഭാര്യയും കൂടി ആ കോഴിയെ മെല്ലെ എടുത്ത് കൊണ്ടുവന്നിട്ട് കൊന്ന് കറി വെച്ചതിന് ശേഷം പിന്നെ അവരെന്താ ചെയ്തത്, അടുത്ത ദിവസം ഒന്നും അറിയാത്ത മട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു, ഞങ്ങളുടെ കോഴിയെ എന്ത് ചെയ്തു, മാർക്കോസ് എന്ത് ചെയ്തു, കൊന്നു തിന്നു കറി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പോലീസ് വന്ന് മാർക്കോസിനെയും കുടുംബത്തെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് നമ്മുടെ മാർക്കോസ് പറഞ്ഞു, എനിക്ക് മത്തായിയുടെ അമ്മയെ ഒന്ന് കാണണം, സുഖമില്ലാത്ത അമ്മയാണെന്ന് കാണണമെന്ന് പറഞ്ഞു. ഈ മത്തായിയുടെ അമ്മയ്ക്ക് മാർക്കോസിനോട് വളരെ സ്നേഹമുണ്ട്. കാരണം പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ സഹായിച്ച് ജീവിച്ചിരുന്ന അയൽവാസികളായിരുന്നു. അപ്പോൾ ഈ പഴമക്കാർക്ക് എപ്പോഴും സ്നേഹബന്ധങ്ങൾ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ പഴമക്കാരെപ്പോഴും സ്നേഹബന്ധങ്ങളും അയൽപ്പക്ക ബന്ധങ്ങളും സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്, ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അമ്മ. അപ്പോൾ ഈ അമ്മക്ക് കാര്യം മനസ്സിലായി, എന്ത് തൻ്റെ മകനായ മത്തായി ഇവിടെ മാർക്കോസിനെ ചതിക്കുകയാണ്, ഇവരിത് കൊന്നു കറി വെച്ചതാണെന്നൊക്കെ മൂപ്പത്തിക്ക് മനസ്സിലായി. ആ മൂപ്പത്തി സത്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ പോലീസിന് കാര്യം മനസ്സിലായി, മാർക്കോസിനെ വെറുതെ വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മത്തായിയുടെ മാർക്കോസിൻ്റെയും ജീവിതത്തിലൂടെ അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, അതേപോലെ തന്നെ ശത്രുത കൊണ്ടൊന്നും നേടാനില്ല. അതുപോലെ തന്നെ ഈ അമ്മയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, പണത്തിനപ്പുറം പകരം വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്നേഹബന്ധം പണത്തേക്കാളും മൂല്യമുള്ളതാണ് എന്നൊക്കെയുള്ള ചില സന്ദേശങ്ങളാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. സോ ഇവിടെ നോക്കേ, പ്രശസ്ത മലയാള ചെറുകഥാകൃത്തായ ശ്രീ കാരൂർ നീലകണ്ഠ പിള്ളയുടെ അതിമനോഹരമായ കഥാവിഷ്കാരമാണ്
കഥകളാണ് കോഴിയും കിളവിയും. നന്മകളാൽ സമ്പന്നമായ നാട്ടിൻപുറത്തിന്റെ വിശേഷങ്ങളും അയൽപ്പക്ക ബന്ധങ്ങളുടെ ആഴവും നർമ്മഭംഗിയോടെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കഥയാണിത്. ഒരു തികഞ്ഞ ആക്ഷേപഹാസ്യമായ ഈ കഥയിൽ മനുഷ്യ മനസ്സിലെ നന്മയും തിന്മയും കൃത്യമായി പ്രതിഫലിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ സത്യസന്ധതയൊക്കെ അല്ലേ. കാരണം ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കോഴിയെ കൊന്നത് മാർക്കോസിന്റെ മകനാണ് അല്ലേ. കൊന്നതെന്ന് പറയാൻ പറ്റില്ല, കല്ലെടുത്ത് തന്നെ പറയാൻ ചത്തുപോയതാണ്. എന്നിട്ട് മാർക്കോസിന്റെ ഭാര്യ സത്യസന്ധത കാണിച്ചുകൊണ്ട് ഇതാ കോഴി ഞങ്ങളുടെ മകൻ കല്ലെടുത്ത് തന്നപ്പം അറിയാതെ ചത്തുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മത്തായിയുടെ ഭാര്യയെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ മത്തായിയുടെ ഭാര്യ ആ ശത്രുത കാരണം എന്താണ്, വർഗ്ഗശത്രുത കാരണം എന്തെങ്കിലും അത് വാങ്ങാൻ പോലും കൂട്ടാക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മത്തായിയാണ് പ്രശ്നക്കാരൻ അല്ലേ. സോ നോക്കേ, തൻ്റെ അയൽക്കാരനായ മാർക്കോസിനെ ഉപദ്രവിച്ച് തൻ്റെ പറമ്പിൽ നിന്നും പുറത്താക്കുന്നതിനായിട്ട് മത്തായിയും ഭാര്യയും കൂടി ചെയ്തു കൂട്ടുന്ന കുടില പ്രവർത്തികളാണ് പ്രസ്തുത കഥയുടെ ഇതിവൃത്തം. മത്തായിയുടെ കോഴിയെ മാർക്കോസിന്റെ മകൻ അറിയാതെ കല്ലെറിഞ്ഞപ്പോൾ അത് ചത്തുപോയി. ചത്ത കോഴിയെ മാർക്കോസിന്റെ ഭാര്യ മത്തായിയുടെ വീട്ടിൽ ഏൽപ്പിച്ചെങ്കിലും അവരതിനെ വാങ്ങാൻ കൂട്ടാക്കിയില്ല. എന്നാൽ പിന്നീട് മത്തായിയും ഭാര്യയും കൂടി രഹസ്യമായി ആ കോഴിയെ കറി വെച്ച് തിന്നു. കേട്ടില്ലേ? ശേഷം മാർക്കോസ് തൻ്റെ കോഴിയെ കട്ട് തിന്നു എന്നും പറഞ്ഞ് പോലീസിൽ ഒരു കള്ളക്കേസും കൊടുത്തു. എന്നാൽ മത്തായിയുടെ അമ്മയുടെ സമയോചിതമായ ഇടപെടൽ കാരണം മാർക്കോസ് പോലീസിന്റെ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുന്നു. തലമുറകൾക്ക് മുമ്പേ തുടങ്ങി വെച്ച സ്നേഹബന്ധങ്ങളെ പണത്തിന്റെ കണക്കിൽ വിലയിടുന്നതിനെ ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പ്രസ്തുത കഥ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന പുതുതലമുറയുടെ ചൊല്ലിന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു മറുപടി നൽകുകയാണ് മത്തായിയുടെ അമ്മ ഈ കഥയിൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കണ്ടേ. ഇനി ഇതൊന്നും ഇതേപോലെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു ആശയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയാൽ മതി, നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ പാഠമാണ്. ഇതും ഒരു ലേഖനമാണ്. നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ ശില്പി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, കേരളത്തിൽ ജാതി വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ശ്രീനാരായണ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രശസ്ത മലയാള നിരൂപകനും യുക്തിവാദിയുമായ ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ കാലിക പ്രസക്തമായ ലേഖനമാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാന കാലഘട്ടത്തിലെ ഋഷിവര്യനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ബഹുമുഖമായ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച് പ്രസ്തുത ലേഖനം വിശദീകരിക്കുന്നു. അപ്പോൾ ഒരേ സമയം ആത്മീയതയും ഒരേ സമയം തന്നെ ഭൗതികമായ കാര്യങ്ങളിലും ഭൗതിക മണ്ഡലത്തിലും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അല്ലേ. അദ്ദേഹം ഒരു തികഞ്ഞ മതവിശ്വാസിയായിരുന്നു, ആരാധനകളിൽ ഏർപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷെ എന്നാലും എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തി കൂടിയായിരുന്നു. അതാണ് അദ്ദേഹത്തെ മറ്റ് മുനിവര്യന്മാരിൽ നിന്നും മറ്റു മഹർഷിമാരിൽ നിന്നൊക്കെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അല്ലേ. ഇതൊക്കെ മറ്റ് ഋഷിവര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി ആശ്രമത്തിൽ നിന്നിറങ്ങി, മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഏതെങ്കിലും ആശ്രമത്തിലോ ഗുഹയിലോ മലന്റെ മേലെയോ നിന്നുകൊണ്ട് ഇങ്ങനെ ആത്മീയതയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക ചെയ്യാം. മറ്റുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും മറ്റ് ഋഷിവര്യന്മാർ ചെയ്യാറില്ല അല്ലേ. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്ത്, ആശ്രമത്തിൽ നിന്നിറങ്ങി സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും തുല്യ പ്രാധാന്യം നൽകുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ, സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക തുടങ്ങിയ ഗുരുവചനങ്ങൾ തീർത്തും കാലിക പ്രസക്തമാണ് അല്ലേ. ഇന്നും നമുക്ക് അനുകരിക്കാൻ പറ്റിയ ചില ഡയലോഗുകളാണിത്. ഇതിനെന്താ, സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുത്തിരുന്ന ഗുരു എന്നും അധംകൃതവർഗം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം ഏറ്റവും അടിച്ചമർത്തപ്പെട്ട താഴ്ന്ന ജാതിക്കാരെന്നൊക്കെയാണ് ഉദ്ദേശം കേട്ടോ, പുനരുദ്ധാരണം അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനായിട്ട് നിലകൊണ്ടു. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഗുരുവായി നിലകൊള്ളാതെ മനുഷ്യ സമൂഹത്തിന്റെ മൊത്തം പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടിയായിരുന്നു ഗുരു പ്രയത്നിച്ചിരുന്നത്. അല്ലാതെ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടയാളാണ്, ഇന്ന മതക്കാർക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ടയാളാണ്, ഇന്ന ജാതിക്കാർക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ എന്നൊന്നും ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്താണ്, ഇത് തന്നെയാണ് മറ്റ് ആത്മീയാചാര്യന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തനാക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. അടുത്തത് പത്രനീതി എന്ന് പറഞ്ഞൊരു ലേഖനമാണ്. നമ്മുടെ സുകുമാർ അഴീക്കോടിലെ ശ്രീ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു ലേഖനമാണ്. ഇത് വേറൊന്നല്ല, പേര് പോലെ തന്നെ പത്രധർമ്മം, നമ്മുടെ പത്രങ്ങളുണ്ടല്ലോ, വർത്തമാന പത്രങ്ങൾ. ഈ പത്രങ്ങൾ ഇന്ന് കാണിച്ചു കൂട്ടുന്ന ചില തമ്മാടിത്തരങ്ങളുണ്ട് അല്ലേ. സ്വന്തം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് വാർത്തകൾ വളച്ചൊടിക്കുക, തെറ്റായ വാർത്തകൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് കൊണ്ടുവരിക, പിന്നെ സത്യസന്ധമായ വാർത്തകൾ എന്ത് ചെയ്യുക, അത് മുക്കിക്കളയുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കലാപരിപാടികൾ ഇന്നത്തെ എന്തുണ്ട് മാധ്യമങ്ങൾ, വർത്തമാന പത്രങ്ങൾ മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു വിമർശനമാണ് ഈ പത്രനീതി. ഒരു പത്രം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ജനാധിപത്യ രാജ്യത്ത് പത്രത്തിൻ്റെ പങ്ക് എന്താണ്, പത്രത്തിൻ്റെ ധർമ്മം എന്താണ് എന്നൊക്കെയാണ് ഈ കഥയിലെ ഈ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സോ നോക്കേ, മലയാളത്തിൻ്റെ പ്രിയങ്കര സാഹിത്യകാരനും നിരൂപകനുമായ ശ്രീ സുകുമാർ അഴീക്കോടിൻ്റെ സമകാലിക പ്രസക്തമായ ലേഖനമാണ് പത്രനീതി. ലേഖനത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്ന മാത്രയിൽ തന്നെ മാധ്യമധർമ്മത്തിൻ്റെയും സത്യസന്ധതയുടെയും ആവശ്യകതയാണ് ഇവിടെ അഴീക്കോട് മാഷ് ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി വാർത്തകളെ വളച്ചൊടിക്കുന്ന ആധുനിക മാധ്യമ പ്രവർത്തനത്തെ ലേഖകൻ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നു. ഇപ്പോൾ പണം കൊടുത്ത് പത്രം വാങ്ങിയ
ഉണ്ടായാൽ മാത്രം പോരാ, വാർത്തകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ട ഗതികേടും വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം ഹാസ്യാത്മകമായി വിമർശിക്കുന്നു. അതായത് നമ്മൾ പൈസ കൊടുത്ത് 5-10 റുപ്യ കൊടുത്തിട്ടാണ് ഓരോ പത്രം മേടിക്കുന്നത് അല്ലേ? എന്നിട്ട് പത്രം മേടിച്ചാൽ മാത്രം പോരാ, ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഗവേഷണം നടത്തേണ്ടി വരും. ഒരു 5 പത്രമെങ്കിലും എടുത്ത് വായിച്ചു നോക്കിയാൽ ഏതാ സത്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ഇന്നത്തെ അവസ്ഥ അല്ലേ? ദെൻ പത്രമാധ്യമങ്ങൾ ജനങ്ങൾക്ക് മാർഗദർശിയായി മാറണമെന്നും ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ പത്രങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നും ലേഖകൻ ഓർമ്മപ്പെടുത്തുന്നു. ഫോർത്ത് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണകൂടത്തിന്റെ 4ാമത്തെ ശക്തിയാണ് പത്രങ്ങൾ. മാധ്യമധർമ്മം കൃത്യമായി സൂക്ഷിക്കുന്ന പത്രങ്ങൾ സമൂഹത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഒരു മുതൽക്കൂട്ടാണെന്ന് ഈ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വർത്തമാന പത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങൾക്കുമുള്ള ഒരു മാർഗനിർദ്ദേശമായി നമുക്ക് ഈ ലേഖനത്തെ കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇത് പത്രങ്ങൾക്ക് മാത്രമല്ല എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങൾക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ലേഖനം. ഇനി അടുത്തത് പണയം എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണ്. തൻ്റെ കൂടപ്പറപ്പിനെ പോലെ അല്ലെങ്കിൽ തൻ്റെ മകനെ പോലെ താൻ സ്വന്തമാക്കി കൊണ്ടു നടന്നിരുന്ന, എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നിരുന്ന ഒരു റേഡിയോ ഗതികേട് കൊണ്ട് പണയപ്പെടുത്തേണ്ടി വരുന്ന ഒരു ചാക്കുണ്ണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ദുരിതപൂർണമായ കഥയാണ് നമ്മുടെ പണയം. അതാണ് പണയം എന്നതിൻ്റെ പേരിലെ. അത് പണയം വെക്കുന്നതോ, ചാക്കുണ്ണി വളരെ കലാഹൃദയമുള്ള, എല്ലാവരെയും സ്നേഹിക്കുന്ന, കുടുംബത്തെയും മക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം ഈ റേഡിയോ പണയപ്പെടുന്നത് ഇതിനെ നേരെ ഓപ്പോസിറ്റ്, സ്വന്തം മക്കളെ പോലും ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന, എപ്പോഴും മക്കളെ ഉപദ്രവിക്കുന്ന, കുടുംബത്തെ മര്യാദയ്ക്ക് നോക്കാൻ അറിയാത്ത, കലാഹൃദയം ഒട്ടും തന്നെ ഇല്ലാത്ത ചെമ്പുമത്തായി എന്ന് പറയുന്ന ഒരു പലിശക്കാരനാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഈ ഒരു റേഡിയോ പണയമായിട്ട് നൽകുന്നത്. അപ്പം സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള 2 കഥാപാത്രങ്ങൾ, ഒരാൾ നിഷ്കളങ്കതയുടെയും സ്നേഹത്തിൻ്റെയും പര്യായമാണെങ്കിൽ ഒരാൾ ക്രൂരതയുടെയും ആർത്തിയുടെയും പര്യായമാണ് അല്ലേ? അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഈ കഥയിലൂടെ നമുക്ക് കാണുന്നത്. അതേപോലെ കലാകാരൻ്റെ ഹൃദയം, ഒരു കുടുംബനാഥൻ്റെ ഹൃദയമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. മലയാള സാഹിത്യത്തിലെ പുതുമുഖ സാന്നിധ്യമായ ശ്രീ സന്തോഷ് കുമാറിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കഥയാണ് പണയം. ഗ്രാമീണ ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയും ദാരിദ്ര്യവും ഇഴചേർത്തുകൊണ്ടാണ് ഈ കഥ ചിത്രീകരിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ചാക്കുണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ ദുരിതപൂർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പ്രസ്തുത കഥയുടെ ഇതിവൃത്തം. ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് താൻ സ്വന്തമാക്കിയ റേഡിയോ തൻ്റെ ഇളയ മകളുടെ ചികിത്സാർത്ഥം ചെമ്പുമത്തായി എന്ന വ്യക്തിക്ക് പണയമായി നൽകേണ്ടി വന്ന ചാക്കുണ്ണിയുടെ ദുഃഖപൂർണമായ ചിത്രമാണ് ഈ കഥയുടെ മുഖ്യ ആകർഷണം. തൻ്റെ ജീവൻ്റെ താളമായിരുന്ന ആ റേഡിയോ, ജീവൻ്റെ താളം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു ആ റേഡിയോ, അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നതിൽ ചാക്കുണ്ണിയുടെ ദൈന്യതയാർന്ന ഭാവവികാരങ്ങൾ കൃത്യമായി ഒപ്പിയെടുക്കാൻ കഥാകാരന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ റേഡിയോയും ഒരു കഥാപാത്രം തന്നെയാണ്, ജീവനില്ലാത്ത കഥാപാത്രമാണെന്ന് മാത്രം. കാരണം ചാക്കുണ്ണി തൻ്റെ സ്വന്തം മകനെ പോലെയാണ് ഈ റേഡിയോയെ കാണുന്നത് അല്ലേ? ദെൻ അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങൾ എന്തെന്നറിയാത്ത, കലയോടൊട്ടും ആഭിമുഖ്യമില്ലാത്ത ചെമ്പുമത്തായി എന്ന കഥാപാത്രവും ഇവിടെ ശ്രദ്ധേയമാണ്. ഇവിടെ കലാഹൃദയമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബനാഥനായാണ് ചാക്കുണ്ണിയെ കഥാകാരൻ അവതരിപ്പിച്ചതെങ്കിൽ നേർവിപരീതമായി യാന്ത്രികമായ ജീവിത രീതികൾ പുലർത്തുന്ന, കലയോടും കുടുംബ ബന്ധങ്ങളോടും വിമുഖത കാണിക്കുന്ന, പണത്തിനു പിറകെ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൻ്റെ പ്രതീകമായാണ് ചെമ്പുമത്തായിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെയൊക്കെ കഥാപാത്ര നിരൂപണം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. ഇനി അവസാനത്തെ ചാപ്റ്റർ, അമ്മയുടെ എഴുത്തുകൾ. ഇതൊരു കവിതയാണ്. പേര് പോലെ തന്നെ അമ്മയുടെ എഴുത്തുകളാണ് ഈ കവിതയുടെ ആധാരം. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ കവി ഭാര്യയോടൊപ്പം വിദേശത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ, അവരുടെ അലമാരക്കകത്ത് ഈ കവിക്ക് അമ്മ അയച്ചിരുന്ന കുറേ പഴയ കത്തുകളുണ്ട്. ആ കത്തുകൾ ഉപേക്ഷിക്കാൻ വേണ്ടി കവിയുടെ ഭാര്യ കവിയെ നിർബന്ധിക്കുകയാണ്. കാരണം ആ കത്തിൽ നമ്മുടെ പഴഞ്ചൻ മലയാളത്തിൽ എഴുതിയിട്ടുള്ള പഴയ സംസ്കാരങ്ങളെക്കുറിച്ചും അതേപോലെ അമ്മയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന കുറേ കഥകളാണുള്ളത്. അപ്പം ഈ കഥകളും ഈ ഭാഷയും മലയാള ഭാഷയും ഒക്കെ വായിക്കാനിടയായാൽ തൻ്റെ മക്കൾ എന്ത് ചെയ്യും, വഴിതെറ്റിപ്പോകും, അവർ ഇംഗ്ലീഷ് ഭാഷയെ മറക്കും, പാശ്ചാത്യ സംസ്കാരത്തെ മറക്കും എന്നൊക്കെ ഈ ഭാര്യ ഭയപ്പെടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആധുനിക തലമുറയും അതേപോലെ തന്നെ പഴയ തലമുറയും തമ്മിലൊരു വൈരുദ്ധ്യമാണ് ഈ കവിതയിലൂടെ കാണിക്കുന്നത്. അതായത് ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും ഫാഷനാണ് ഇംഗ്ലീഷ് ഭാഷയോടും പുതിയ സംസ്കാരത്തോടും. മലയാളം ഭാഷ നമുക്ക് വേണ്ട അല്ലേ? നമ്മുടെ മാതൃഭാഷയായ മലയാളം ഭാഷ സംസാരിക്കാൻ നമുക്ക് മടിയാണ്. മലയാളം മീഡിയം സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് മടിയാണ്. അതേപോലെ തന്നെ മലയാളം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് തലവേദനയാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ആഹാ, മലയാളമാണെങ്കിൽ ഓഹോ. ഇതാണ് നമ്മുടെ അവസ്ഥ അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള ഈ ഭാഷയോട്, സ്വന്തം അമ്മയോടും സ്വന്തം മാതൃഭാഷയോടുള്ള ഈ അവഗണനയാണ് എന്തെന്ന് ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പം ആധുനിക സമൂഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ കവിയുടെ ഭാര്യ എന്തെന്നത് ചിത്രീകരിക്കുന്നത്. ഓക്കെ, എന്നാൽ പഴമയിലേക്ക് ഉറ്റുനോക്കുന്ന, പഴമയെ സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് കവിയെ പറയുന്നത്. പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആ കവിയും പുതുമയെ അനുസരിക്കാൻ, പുതുമയെ അംഗീകരിക്കാൻ നിർബന്ധിതനാണ്. അതാണല്ലോ ഇപ്പം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പതുക്കെ പതുക്കെ അമ്മയും
ഭാഷയും മാതൃഭാഷയും മരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. സോ ഓക്കെ, പ്രശസ്ത മലയാള കവി ശ്രീ വി മധുസൂദനൻ നായരുടെ ഹൃദയസ്പർശിയായ കവിതയാണ് അമ്മയുടെ എഴുത്തുകൾ. മാതൃഭാഷയുടെ മഹത്വത്തോടൊപ്പം മാതൃത്വത്തിന്റെ മഹത്വവും ഉയർത്തിപ്പിടിക്കുന്നതാണ് പ്രസ്തുത കവിത. ആധുനിക യുഗത്തിൽ ജീവിതത്തിലും ഭാഷയിലും നടക്കുന്ന അധിനിവേശത്തിന്റെ വഴികൾ പ്രസ്തുത കവിതയിലൂടെ കവി തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു. ഇതിന് മോടി കൂട്ടുന്നതിനിടയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അമ്മയുടെ എഴുത്തുകൾ കവിയിൽ ഉണർത്തുന്ന ചിന്തകളാണ് കവിതയുടെ ആധാരം. ഓക്കെ, ദെൻ അമ്മയുടെ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ എന്നാണ് കവി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ ചോദ്യം വരട്ടെ, അപ്പോൾ ഇതൊക്കെ എഴുതി വെക്കുക. അമ്മയ്ക്ക് ദൈവികമായോ തലമുറകളിലൂടെയോ പകർന്നു കിട്ടിയ അറിവുകൾ മകന് ഈ കത്തുകളിലൂടെ പകർന്നു കൊടുത്തത് കൊണ്ടായിരിക്കാം കവി ഇങ്ങനെ ചിന്മുദ്രകൾ എന്ന് വിശേഷിപ്പിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. അമ്മയുടെ കത്തുകളെയാണ് ഇവിടെ ചിന്മുദ്രകൾ എന്ന് വിശേഷിപ്പിച്ചത്, അതായത് അറിവിൻ്റെ കൂടാരങ്ങൾ അല്ലേ. നോക്കേ, ആധുനിക ജീവിതത്തിൻ്റെ പ്രതിനിധിയായ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മയുടെ ശേഷിപ്പുകളായ ഈ കത്തുകളും നീക്കം ചെയ്യാൻ കവി നിർബന്ധിതനാകുന്നു. തൻ്റെ കുട്ടികൾ ആധുനിക ഭാഷയും സംസ്കാരവും ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു കവിയുടെ ഭാര്യ. അമ്മയുടെ എഴുത്തും അതിലെ സംസ്കാരവും തൻ്റെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുമെന്ന് അവൾ ഭയപ്പെടുന്നു. മാതൃഭാഷയായ മലയാളത്തെ മറന്ന് പാശ്ചാത്യ ഭാഷയ്ക്കും സംസ്കാരത്തിനും പിറകെ പായുന്ന മലയാളി സമൂഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രസ്തുത കവിത. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാത്തിൻ്റെയും സമ്മറി കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാം മിക്ക ചെയ്തെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ കയ്യിലാണ് കുതിർന്ന് പഠിക്കുക, മനസ്സിലാക്കുക. പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക എല്ലാ ചാപ്റ്ററുകളും. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആൻസർ ആയിട്ട് തോന്നുന്നത് അതങ്ങോട്ട് എഴുതുക. എന്തായാലും എല്ലാവർക്കും A+ കിട്ടും, കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നല്ല വൃത്തിയിൽ എഴുതണം. അതേപോലെ തന്നെ വെട്ടും കൊത്തില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക, നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, അതേപോലെ തന്നെ അറിയാവുന്ന ആദ്യത എല്ലാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് A+ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ഫിസിക്സും അതേപോലെ ഹിന്ദിയൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.